السلام عليكم ورحمة الله. الحمد لله رب العالمين. العاقبة للمتقين والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين. اللهم صل وسلم وبارك على سيدنا ونبينا المصطفى محمد صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, സർവാധിപനായ സർവേശ്വരനായ സർവലോക ജയനിയന്താവായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇതുവരെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പഠനവേദിയിലാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ സംസാരിക്കുവാനും അത് നിങ്ങൾക്ക് കേൾക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നു. ഇത് കാണുവാനും ഇതെനിക്ക് പറയുവാനും നിങ്ങൾക്ക് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വുളൂഇൻ്റെ രൂപം നമ്മൾ പഠിച്ചു. മുൻകൈ കഴുകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് പഠിച്ചു. അതിനൊരു നിയ്യത്തുണ്ട്, അത് പഠിച്ചു. ഇനി ആ നിയ്യത്ത് സുന്നത്താണ്. ചൊല്ലി വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറയുന്ന ഒരു വാചകമാണ്, സുന്നത്താണ്. ഇനി നമുക്ക് പരാമർശിക്കാൻ പോകുന്നത് വുളൂഇൻ്റെ ഫർള് അല്ലേ? വുളൂഇൻ്റെ ഫർളാണ് ഇനി നമുക്ക് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റും വേണം. അത് 3 തവണ വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും വേണം. അതിനുശേഷം നമുക്ക് മുഖം കഴുകണം. അവിടെയാണ് നമ്മുടെ ഫർള് നമുക്ക് വരുന്നത്. ആ മുഖം കഴുകുന്ന അവസരത്തിൽ ഒരു നിയ്യത്തുണ്ട്. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് ആ നിയ്യത്ത് വെക്കേണ്ടത്. മുമ്പ് പറഞ്ഞതുപോലെ അത് മനസ്സിലാകാത്തവരാ ഉണ്ടാവാം. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഈ നിയ്യത്ത് പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഫർളാണ്. ഫർളുകൾ ഉണ്ടെങ്കിലേ ആ വുളൂ സ്വീകാര്യമാകുകയുള്ളൂ, സഹിയാകുകയുള്ളൂ. ഈ വുളൂ സഹിയായെങ്കിലേ നിസ്കാരം സഹിയാകുകയുള്ളൂ. നിസ്കാരം സഹിയാകുകയെങ്കിലേ നമ്മുടെ ജീവിതം തന്നെ ധന്യമാകുകയുള്ളൂ. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, മുഖം കഴുകുന്ന അവസരത്തിൽ നിയ്യത്ത് വെക്കണം, മനസ്സിൽ കരുതണം. വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കോരിയെടുക്കണം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞ് അത്
മനസ്സിലുണ്ടാകണം. ഉളൂ കഴിയുന്നവരെ ആ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? മുഖം കഴിയണം. നെറ്റിയുടെ മേൽഭാഗം മുതൽ താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെയും, ചെവിയുടെ കുറ്റി മുതൽ ഈ കുറ്റി വരെയും മറ്റ് ചെവിയുടെ കുറ്റി വരെയുമാണ് മുഖത്തിൻ്റെ അതിര്. ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ മുഖം കൈകൾ. അതിൽ നിന്ന് എല്ലാ ഭാഗത്തും, ഈ പറയപ്പെട്ട അതിരിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തൽ നിർബന്ധമാണ്. മുഖം കൈകൾ വുളൂഇൻ്റെ ഫർദിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വുളൂ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട പലരും കയ്യിൽ വാരിയിട്ട് വെള്ളം കോരിയിട്ട് ഇങ്ങനെ തടവുന്നൊരു അവസ്ഥ കാണാം. അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ അതിർത്തിയിൽ, പരിധിയിൽ വെള്ളം എത്താറുമില്ലതാനും. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് മുഖത്തിൻ്റെ അതിര് മനസ്സിലാക്കിക്കൊണ്ട് വുളൂ ചെയ്യുക. അല്ലാഹു അതിനിക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ വുളൂഇൻ്റെ രൂപം നമ്മൾ പഠിച്ചു, നിയ്യത്തുകളൊക്കെ രണ്ടും പഠിച്ചു. മുഖം കഴുകുമ്പോഴുള്ള നിയ്യത്ത് പഠിക്കണം. അതാണ് വുളൂഇൻ്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞത്. നവൈതുൽ അദാഇ ഫർദൽ വുളൂഇ, നവൈതുൽ അദാഇ ഫർദൽ വുളൂഇ എന്ന നിയ്യത്ത് നമുക്ക് വെക്കേണ്ടതാണ്. അതുപോലെ ഈ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യേണ്ടതാണ്. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യണം. അതല്ല മറ്റൊരാൾ മുഖം കഴുകി അല്പം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിയ്യത്ത് വെച്ചതെങ്കിൽ ആദ്യം വന്ന ഭാഗത്തുനിന്ന് രണ്ടാമതും അവൻ തുടങ്ങേണ്ടതാണ്. ഫസ്റ്റ് മുതലേ തുടങ്ങേണ്ടതാണ്. അപ്പോൾ വുളൂഇൻ്റെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മേലെ നിന്ന് വന്ന് നല്ലവണ്ണം എല്ലാ ഭാഗത്തും വെള്ളം എത്തിയെന്ന് തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെന്താണ്? മുഖത്തിൻ്റെ പരിധിയിൽപ്പെട്ട തൊലിയും രോമങ്ങളുമെല്ലാം കൈകൾ നിർബന്ധമാണ്. എന്താണ്? മുഖത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട രോമങ്ങളും തൊലിയും രോമങ്ങളൊക്കെ എന്താണ്? കൈകൾ നിർബന്ധമാണ്. പിന്നെയോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളെ മുഖത്ത് ചുക്കിച്ചുളുങ്ങിയ ഭാഗങ്ങളുണ്ടാകാം, പീളക്കുഴിയുണ്ടാവാം. അതിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് കഴുകേണ്ടതാണ്. അതുപോലെ തിങ്ങിയ താടിയുണ്ടാവാം, അത് നല്ലവണ്ണം ചിക്കി അകറ്റണം. അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം കിടക്കണം. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവാധിപനായ അല്ലാഹു നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികൾ, എൻ്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരമാവധി നമ്മളെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. പഠനവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മളെ കൊണ്ട് ആരെങ്കിലും ഒരു അറിവ് നേടിയാൽ, ഒരു ഇൽമ് പഠിച്ചാൽ അത് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അതിൻ്റെ ഉപകാരമുണ്ട്. ഇതൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് ഓർക്കുന്നു. എന്നാലും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റിൽ അറിയിക്കുക. എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ലൈവിൽ വരേണ്ടതാണ്. അതിനുള്ള എല്ലാ കടമ്പകളും നിങ്ങൾ ചെയ്തു തരണമെന്ന് ഓർമ്മപ്പെടുത്തി, സർവാധിപനായ അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാ നിലയിലും നീ വിജയത്തിലെത്തിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാ.
ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. റഹ്മർറാഹിമീനായ അല്ലാഹുവേ, പല രോഗമുള്ളവരുണ്ട്, പല വ്യാധി രോഗമുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങൾക്കും നീ ആജിലായ താമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മർറാഹിമീനായ അല്ലാഹുവേ, ജോലിയില്ലാത്തവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, അനുയോജ്യമായ ജോലി നൽകണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമായ മക്കളുള്ളവരുണ്ട്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അനുയോജ്യമായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആമീൻ നീ കബൂലാക്കണേ അല്ലാ. റഹ്മർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ ഞങ്ങളുടെ ഉസ്താദുമാർ പല ദിക്കുകളിലും പോയി അല്ലാഹുവേ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാ. അല്ലാഹുവേ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. റഹ്മർറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ മക്കളും അല്ലാഹുവേ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റഹ്മാനെ. നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ലൊരു ആലിമാക്കണേ റഹ്മാനെ. റഹ്മർറാഹിമീനായ അല്ലാ, ഞങ്ങളെ ഈ മജ്‌ലിസ് കേൾക്കുന്നവർ, ആ വീട്ടിലുള്ള പിഞ്ചു മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ പഠനത്തിൽ പുരോഗതി നൽകണേ റഹ്മാനെ. നീ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്